ഡിഫറെൻറ്റ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അമീക്ക എഡു ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ടേംസ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. ആദ്യം നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റീനെയാണ്. നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എടുത്തപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എല്ലാം കൂടി ഒറ്റ ഒരു റൗണ്ട് അപ്പ് പോലെ ഇത് കൊണ്ടുപോവാം. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്ത ടേമുകൾ ഏതൊക്കെയാണ്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഔട്ട്റേറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, ട്രേഡ് ക്രെഡിറ്റ്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ്. ഏതൊക്കെയാണ്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആണ് കൊടുക്കുന്നത്. ഔട്ട്റേറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ സിസ്റ്റം, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ട്രേഡ് ക്രെഡിറ്റ്. നമ്മളിത് അവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് മാത്രം ഓർത്തു പോവാം. അടുത്തത് പാക്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റത്തെയാണ് ഡബിൾ ലോക്ക് സിസ്റ്റം, പിന്നീട് വൺ ടൈം സെറ്റിൽമെൻറ്റ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ക്രോപ്പ് ലോൺ. ക്രോപ്പ് ലോണിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റിയിട്ടാണ് കേട്ടോ. ക്രോപ്പ് ലോൺ, മെമ്പർ റിലീഫ് ഫണ്ട്, കെട്ടുതെങ്ങ് സ്കീം, ബാഡ് ഡെപ്റ്റ് റിസർവ്സ്. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാക്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ഡബിൾ ലോക്ക് സിസ്റ്റം, വൺ ടൈം സെറ്റിൽമെൻറ്റ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ക്രോപ്പ് ലോൺ, മെമ്പർ റിലീഫ് ഫണ്ട്, കെട്ടുതെങ്ങ് സ്കീം, ബാഡ് ഡെപ്റ്റ് റിസർവ്സ്. ഇതൊക്കെ ഏതാണ്? പാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡബിൾ ലോക്ക് സിസ്റ്റം നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നു. സെക്രട്ടറിക്കും കാഷ്യറിനും വേറെ വേറെ കീസ് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാഷും വാല്യബിൾസും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോക്കറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതെന്താണ്? ഡബിൾ ലോക്ക് സിസ്റ്റമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പിന്നീട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ക്രോപ്പ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ക്രോപ്സിന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിളവുള്ള ക്രോപ്സിന് എന്ത് ചെയ്യാണ്? മോർഗേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. കെട്ടുതെങ്ങ് സ്കീം എന്തായിരുന്നു? കോക്കനട്ട് ഗ്രോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മോർഗേജിന് കോക്കനട്ട് ട്രീസ് വെച്ചുകൊണ്ട് മോർഗേജ് വെച്ചുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കെട്ടുതെങ്ങ് സ്കീം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് കോമൺ ഫെസിലിറ്റി സെൻറ്റർ ആരുടെയാണ്? പ്രൈമറി വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ്. ഏത്? കോമൺ ഫെസിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. കോമൺ ഫെസിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് ആരുടെയാണ്? പ്രൈമറി വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് കോമൺ ഫെസിലിറ്റി സെൻറ്റർ, പ്രൈമറി വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ ഡിപ്രഷൻ ബേബീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലാൻഡ് മോർഗേജ് ബാങ്ക് ആണ് ഡിപ്രഷൻ ബേബീസ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതായിരുന്നു? ഇന്ത്യയിലെ തന്നെ ജാങ് പഞ്ചാബിലായിരുന്നു 1920. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കാറ്റിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് KUCS ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്കോസായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ KVCS ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാറ്റിൽ മൊറട്ടാലിറ്റി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. KVCS ട്രഡീഷണൽ മിൽക്ക് സൊസൈറ്റീസ് ആണ്. KUCS എന്ന് പറയുന്നത് ഏതാണ്? എപ്കോസായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് പീക്കാർഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ഏതൊക്കെയാണെന്നാണ്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ, പ്രിസംപ്റ്റീവ് വാല്യൂ, ഇൻക്രിമെൻ്റൽ ഇൻകം, കിസാൻ കാർഡ്. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പീക്കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ, പ്രിസംപ്റ്റീവ് വാല്യൂ, ഇൻക്രിമെൻ്റൽ ഇൻകം, കിസാൻ കാർഡ്. ഓക്കെ, അടുത്തത് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത്? ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റോക്കിനെ മെയിൻ സ്റ്റോക്കും റീറ്റെയിൽ സ്റ്റോക്കും ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ സ്റ്റോക്ക് സെയിൽസ് മാനേജറുടെ കയ്യിലാണെങ്കിൽ റീറ്റെയിൽ സ്റ്റോക്ക് സെയിൽസ് മാൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇനി ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ആരുടെയാണ്? കൊയർ കോപ്പറേറ്റീവ്സിൻ്റെയാണ്. ഏത്? ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ആരുടെയാണ്? കൊയർ കോപ്പറേറ്റീവ്സിൻ്റെയാണ്. ഇനി കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടേമുകൾ ഏതൊക്കെയാണ്? വിൻഡോ ഡ്രസ്സിംഗ്, ആക്റ്റീവ് പ്രൈസ് പോളിസി, ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, പാട്രണേജ് ഡിവിഡൻഡ്, ലീഡ് ലിങ്ക് സ്കീം. ഏതൊക്കെയാണ്? വിൻഡോ ഡ്രസ്സിംഗ്, ആക്റ്റീവ് പ്രൈസ് പോളിസി, ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, പാട്രണേജ് ഡിവിഡൻഡ് ആൻഡ് ലീഡ് ലിങ്ക് സ്കീം. ഇത് ഏതായിട്ട് ബന്ധപ്പെട്ടതാണ്? കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി യൂണിറ്റി സർവീസ് ക്വാളിറ്റി ആരുടെയാണ്? CWSൻ്റെയാണ്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിൻ്റെയാണ്. 1964 വന്ന CWSൻ്റെയാണ് എന്ത്? യൂണിറ്റി സർവീസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ബോണസ് ആരുടെയാണ്? ഡയറി സൊസൈറ്റിയുടെയാണ്. പ്രൊഡക്ഷൻ ബോണസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് അത് മാറ്റി വയ്ക്കുന്നത്. പ്രൊഡക്ഷൻ ബോണസ് ആരുടെയാണ്? ഡയറി സൊസൈറ്റീസിൻ്റെയാണ്. ഇനി അടുത്തത് ഹാൻഡ്ലൂം സൊസൈറ്റീസ്. ഹാൻഡ്ലൂം സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടേംസ് ഏതൊക്കെയാണ്? സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്, റിബേറ്റ്. ഏതൊക്കെയാണ്? സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്, റിബേറ്റ്. ഏതുമായിട്ട്? ഹാൻഡ്ലൂം സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടൈമാണ്. ICA ആയിട്ട് റിലേറ്റ് ചെയ്ത ടൈമുകളാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡിക്ഷണറി, ICWS. ICWS എന്തായിരുന്നു? ഇന്റർനാഷണൽ
കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് ICWS. ICA ആയിട്ട് റിലേറ്റ് ചെയ്ത ടേമുകളാണ്. ഓണർഷിപ്പ് ഡിവിഡൻഡ് എവിടെ കൊടുക്കുന്നതാണ്? ജോയിൻറ്റ് ഫാമിങ്ങിൽ കൊടുക്കുന്നതാണ് ഓണർഷിപ്പ് ഡിവിഡൻഡ്. ഓണർഷിപ്പ് ഡിവിഡൻഡ് എവിടെ കൊടുക്കുന്നതാണ്? ജോയിൻറ്റ് ഫാമിങ്ങിൽ കൊടുക്കുന്നതാണ് ഓണർഷിപ്പ് ഡിവിഡൻഡ്. അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു വട്ടം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടി ഒറ്റയടിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഓടിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പഠിക്കാണ്ട് എന്തായാലും എക്സാമിന് പോകരുത്. എക്സാമിൻ്റെ തലേദിവസം വായിക്കാനായിട്ടുള്ള ടോപ്പിക്സ് ആണിത്. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.